മജ്ജ്‌മ നികായ 118 ആനാപാന സതി സൂത്ത്. ആനാപാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസം. ഇതിലൂടെ നമ്മൾക്ക് എങ്ങനെ നിർവ്വാണത്തിൽ എത്തിച്ചേരാം. ഈ സൂത്രം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള സൂത്രമാണ്. എല്ലാം വളരെ ചുരുക്കി വിവരിച്ചിരിക്കുന്നൊരു സൂത്രമാണ്. ആനാപാനയിലൂടെ തന്നെ നമുക്ക് 4 സതിപഠാനത്തെയും അതേപോലെ തന്നെ 7 ഭുജംഗങ്ങളെയും പുഷ്ടിപ്പെടുത്താൻ സാധിക്കും. അത് ഈ സൂത്രത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ മികാരമാതാവിൻ്റെ ആശ്രമമായിട്ടുള്ള പുബ്ബാരാമത്തിൽ വിഹരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് ശിഷ്യന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആയുഷ്മാൻ, സാരിപുത്തൻ, മഹാമൊഗല്ലാനൻ, മഹാകച്ചാനൻ, മഹാകസ്സബ, മഹാകോഠിത, മഹാകപ്പിന, മഹാചുണ്ട, അനിരുദ്ധ, രേവത, ആനന്ദ, അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സീനിയറായിട്ടുള്ള ഭിക്ഷുക്കളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് മുതിർന്ന ഭിക്ഷുക്കൾ പുതിയ ഭിക്ഷുക്കളെ ഉപദേശിക്കുകയായിരുന്നു. ചില മുതിർന്ന ഭിക്ഷുക്കൾ 10 പുതിയ ഭിക്ഷുക്കളെ ഉപദേശിക്കുകയായിരുന്നു, നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അതേപോലെ തന്നെ മറ്റു ചില ഭിക്ഷുക്കൾ 20, 30, 40 പുതിയ ഭിക്ഷുക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയായിരുന്നു. അങ്ങനെ മുതിർന്ന ഭിക്ഷുക്കളാൽ ഉപദേശിക്കപ്പെട്ട പുതിയ ഭിക്ഷുക്കൾ അവർ ഇതുവരെ നേടാത്ത ഉയർന്ന തലങ്ങൾ നേടാൻ തുടങ്ങി. ആ ദിവസം ഒരു പൂർണിമ ദിവസമായിരുന്നു, ഉപോസത്ത ദിവസമായിരുന്നു, പവാരണ ദിവസമായിരുന്നു. ആ സമയത്ത് ഭഗവാൻ പുറത്ത് ഒരുപാട് ഭിക്ഷുക്കളാൽ ചുറ്റപ്പെട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ചുറ്റും ഇരിക്കുന്ന മൗനരായിട്ട് ഇരിക്കുന്ന ഭിക്ഷുക്കളെ അവലോകനം ചെയ്തു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, ഈ അഭ്യാസത്താൽ ഞാൻ തൃപ്തനാണ്. ഈ അഭ്യാസത്താൽ എൻ്റെ ഹൃദയം തൃപ്തമാണ്. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കാത്തത് ലഭിക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കണം. നേടാത്തത് നേടാനായി കൂടുതൽ പരിശ്രമിക്കണം. മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ പരിശ്രമം ചെലുത്തണം. ഞാനിവിടെ ശ്രാവസ്തിയിൽ 4ാമത്തെ മാസമായിട്ടുള്ള കൗമുദി പൗർണമി വരെ ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ രാജ്യത്ത് എമ്പാടുമുള്ള ഭിക്ഷുക്കൾ ഇതിനെപ്പറ്റി കേട്ടു. അവരെല്ലാവരും ശ്രാവസ്തിയിൽ ഭഗവാനെ കാണുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ ആ മുതിർന്ന ഭിക്ഷുക്കൾ പുതിയ ഭിക്ഷുക്കൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ചില മുതിർന്ന ഭിക്ഷുക്കൾ 10 പുതിയ ഭിക്ഷുക്കളെ ഉപദേശിച്ചു. എന്നാൽ ചിലർ 20, 30, 40 പുതിയ ഭിക്ഷുക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ മുതിർന്ന ഭിക്ഷുക്കളാൽ നിർദ്ദേശിക്കപ്പെട്ട പുതിയ ഭിക്ഷുക്കൾ അവർക്ക് മുൻപില്ലാത്ത ഒരുപാട് പുരോഗതി അനുഭവിക്കാൻ തുടങ്ങി. ആ സമയത്ത് അതൊരു പൗർണമി ദിവസമായിരുന്നു, 4ാമത്തെ മാസത്തെ കൗമുദി പൗർണമി. ആ സമയത്ത് ഭഗവാൻ പുറത്ത് ഇരിക്കുകയായിരുന്നു. ചുറ്റും ഭിക്ഷുസംഘം ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ചുറ്റും മൗനരായിട്ട് ഇരിക്കുന്ന ഭിക്ഷുക്കളെ അവലോകനം ചെയ്തു. എന്നിട്ട് അവരോടിങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, ഈ സഭയിൽ കാതൽ ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ല. ഈ സഭ ശുദ്ധമാണ്, കാതൽ ഉള്ളതാണ്. ബുദ്ധൻ പറയുന്നതിൻ്റെ അർത്ഥം, ഈ സഭയിൽ നിസ്സാരരായിട്ട് അല്ലെങ്കിൽ ഒന്നും നേടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഈ സഭ എല്ലാം നേടിയിട്ടുള്ളവരുടേതാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഭിക്ഷുക്കളെ, അത്തരത്തിലുള്ളതാണ് ഈ ഭിക്ഷുസംഘം, അത്തരത്തിലുള്ളതാണ് ഈ സഭ. ഈ സഭ ആതിഥ്യത്തിന് ഉത്തമമാണ്, ദക്ഷിണയ്ക്ക് ഉത്തമമാണ്, സത്കാരത്തിന് ഉത്തമമാണ്, കൈകൂപ്പുന്നതിന് ഉത്തമമാണ്. ഏറ്റവും ഉയർന്ന പുണ്യക്ഷേത്രമാണ് ഈ സഭ. ഭിക്ഷുക്കളെ, അത്തരത്തിലുള്ളതാണ് ഈ ഭിക്ഷുസംഘം, അത്തരത്തിലുള്ളതാണ് ഈ സഭ. ഭിക്ഷുക്കളെ, ഈ സഭ അത്തരത്തിലുള്ളതാണ്. ഈ സഭയ്ക്ക് അല്പം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെയധികമായിട്ട് തിരിച്ചു കിട്ടും. കൂടുതൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും കൂടുതലായിട്ട് തിരിച്ചു കിട്ടും. അതായത് ദാനത്തിൻ്റെ ഫലമാണ് ഇവിടെ പറയുന്നത്. ഈ സംഘത്തിന് കൊടുക്കുന്ന ദാനം വളരെ ഫലവത്താണ്. അത്തരത്തിലുള്ളതാണ് ഈ ഭിക്ഷുസംഘം, അത്തരത്തിലുള്ളതാണ് ഈ സഭ. ഇത്തരത്തിലുള്ള സഭ ലോകത്തിൽ ദുർലഭമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഭിക്ഷുസംഘമാണിത്, അത്തരത്തിലുള്ള സഭ ആണിത്. നമ്മളുടെ എല്ലാ സാധനങ്ങളും തോളിൽ ചുമന്നുകൊണ്ട് യോജനകൾ നടക്കേണ്ടി വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഈ സഭയെ കാണുന്നത് നഷ്ടമുള്ള കാര്യമല്ല, ലാഭമുള്ള കാര്യം തന്നെയാണ്.
ഭിക്ഷുക്കളെ, ഈ സഭയിൽ അർഹന്തന്മാരുണ്ട്. അവർ അവരുടെ ആസവങ്ങൾ പരിപൂർണമായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്തു തീർത്തിട്ടുണ്ട്. അവരുടെ ഭാരം ഇറക്കിയിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം നേടിയിട്ടുണ്ട്. പുനർജന്മം പരിപൂർണമായിട്ടും അവസാനിപ്പിച്ചിട്ടുണ്ട്. നിർവ്വാണത്തിലൂടെ പരിപൂർണരായിട്ട് മുക്തി നേടിയ വ്യക്തികളാണ് അവർ. അത്തരം ഭിക്ഷുക്കൾ ഈ സഭയിലുണ്ട്. ഭിക്ഷുക്കളെ, ഇത്തരം ഭിക്ഷുക്കളും ഈ സഭയിലുണ്ട്. അവർ താഴെയുള്ള 5 സംയോജനങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതിനുശേഷം അവർ ഓപപാദികോ, അതായത് സ്വയം അവർ ആ ബ്രഹ്മഭൂമിയിൽ പ്രകടമാകും. അവർ അവിടെ നിന്ന് തന്നെ മുക്തി നേടും. അവിടെ നിന്ന് മറ്റൊരു ജന്മത്തിലും അവർ പോകില്ല. ഇവിടെ പറയുന്നത് അനാഗാമികളാണ്. അവർ താഴെയുള്ള 5 സംയോജനങ്ങളിൽ നിന്ന് പരിപൂർണരായിട്ടും മുക്തരാണ്. 5 സംയോജനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് സക്കായദിട്ടി, ശീലബദ്ധ പരാമംസം, വിചികിച്ഛ, കാമചന്തം, വ്യാപാദം. ഈ 5 നശിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി അനാഗാമിയാവും. മരണശേഷം ആ വ്യക്തി ഓപപാദികോ, അതായത് അതേപോലെ തന്നെ ബ്രഹ്മഭൂമിയിൽ ജനിക്കും. അവിടെ നിന്ന് അവർ മുക്തരാകും. അവർ മറ്റൊരു പുനർജന്മത്തിലും അവർ ജനിക്കില്ല. അത്തരം ഭിക്ഷുക്കളും ഈ സംഘത്തിലുണ്ട്. ഭിക്ഷുക്കളെ, ഈ സംഘത്തിൽ അത്തരം ഭിക്ഷുക്കളുണ്ട്. അവർ താഴെയുള്ള 3 സംയോജനങ്ങളെ ഇല്ലാതാക്കി ലോഭ ദോഷ മോഹങ്ങളെ ദുർബലമാക്കി അവർ സഗ്ദാഗാമികളാണ്. അവർ ഈ കാമലോകത്തിലേക്ക് ഒരിക്കൽ മാത്രമേ തിരിച്ചു വരികയുള്ളൂ. അതിനുശേഷം അവർ ദുഃഖത്തിന് അറുതി വരുത്തും. അതായത് അതിനുശേഷം അവർ അർഹന്തരാകും. ഈ സഭയിൽ അത്തരം ഭിക്ഷുക്കളുമുണ്ട്. ഭിക്ഷുക്കളെ, ഈ സഭയിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട്. അവർ താഴെയുള്ള 3 സംയോജനങ്ങളെ ഇല്ലാതാക്കി ശ്രോതാപന്നന്മാർ ആയിരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും അധോഗതിയിൽ ജന്മം ഉണ്ടാകില്ല. അവർ തീർച്ചയായിട്ടും അർഹന്തരാകുക തന്നെ ചെയ്യും. ഇവിടെ പറഞ്ഞിട്ടുള്ള 3 സംയോജനങ്ങൾ എന്ന് പറയുന്നത് സക്കായദിട്ടി, വിചികിച്ഛ, ശീലബദ്ധ പരാമംസം. അത്തരം ഭിക്ഷുക്കളും ഈ സഭയിലുണ്ട്. ഇനി ഈ അവസ്ഥയിൽ എത്താൻ എന്തെല്ലാം അഭ്യാസങ്ങളാണ് ആ ഭിക്ഷുക്കൾ ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ അടുത്തതായിട്ട് പറയുന്നത്. ഭിക്ഷുക്കളെ, ഈ സഭയിൽ സതിപഠാനം ഭാവന ചെയ്യുന്ന ഭിക്ഷുക്കളുണ്ട്. 4 സമ്മപധാന അത് അഭ്യസിക്കുന്ന വ്യക്തികളുണ്ട്. 4 ഇത്ഥിപാദം അത് അഭ്യസിക്കുന്ന വ്യക്തികളുണ്ട്. 5 ഇന്ദ്രിയങ്ങൾ അഭ്യസിക്കുന്ന ഭിക്ഷുക്കളുണ്ട്. 5 ബലങ്ങൾ അഭ്യസിക്കുന്ന ഭിക്ഷുക്കളുണ്ട്. 7 ബോധ്യംഗങ്ങൾ അഭ്യസിക്കുന്ന ഭിക്ഷുക്കളുണ്ട്. ആര്യ അഷ്ടാംഗിക മാർഗം അഭ്യസിക്കുന്ന ഭാവന ചെയ്യുന്ന ഭിക്ഷുക്കൾ ഈ സംഘത്തിലുണ്ട്. 37 ബോധിപക്ഷീയ ധമ്മങ്ങൾ അഭ്യസിക്കുന്ന ഭിക്ഷുക്കൾ ഈ സംഘത്തിലുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത്. ഇതുവരെ പറഞ്ഞത് 37 ബോധിപക്ഷീയ ധമ്മമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബ്രഹ്മവിഹാരത്തിലൂടെയും നമ്മൾക്ക് മുക്തി നേടാം എന്നുള്ള കാര്യമാണ്. ഭിക്ഷുക്കളെ, ഈ സംഘത്തിൽ അത്തരം ഭിക്ഷുക്കളുമുണ്ട്. അവർ മേത്തഭാവന അല്ലെങ്കിൽ മൈത്രി ഭാവന ചെയ്യുന്ന ഭിക്ഷുക്കളാണ്. ഈ സംഘത്തിൽ കരുണാഭാവന ചെയ്യുന്ന ഭിക്ഷുക്കളും ഉണ്ട്. ഈ സംഘത്തിൽ മുദിതാ ഭാവന ചെയ്യുന്ന ഭിക്ഷുക്കളുമുണ്ട്. ഈ സംഘത്തിൽ ഉപേക്ഷ ഭാവന ചെയ്യുന്ന ഭിക്ഷുക്കളുമുണ്ട്. അശുഭഭാവന, അതായത് നമ്മുടെ ഉള്ളിലുള്ള അശുഭങ്ങളെ ഭാവന ചെയ്ത് ധ്യാനിക്കുന്ന ഭിക്ഷുക്കളുമുണ്ട്. അനിച്ഛ ഭാവന ചെയ്യുന്ന ഭിക്ഷുക്കളും ഈ സംഘത്തിലുണ്ട്. ഭിക്ഷുക്കളെ, ഈ സംഘത്തിൽ ആനാപാനസതി ഭാവന ചെയ്യുന്ന ഭിക്ഷുക്കളും ഉണ്ട്. ഭിക്ഷുക്കളെ, ആനാപാന ഭാവന ചെയ്യുന്ന സമയത്ത്, അതിനെ വർദ്ധിപ്പിക്കുന്ന സമയത്ത്, ഭാവന ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ തന്നെ മഹാഫലം ഉള്ളതാണ്. ഭിക്ഷുക്കളെ, ഈ ആനാപാനസതിയെ ഭാവന ചെയ്യുന്ന സമയത്ത്, വർദ്ധിപ്പിക്കുന്ന സമയത്ത് 4 സതിപഠാനങ്ങൾ പരിപൂർണമാകും. ഈ 4 സതിപഠാനങ്ങൾ പരിപൂർണമാകുന്ന സമയത്ത് 7 ബോധ്യംഗങ്ങൾ പരിപൂർണമാകും. ഈ 7 ബോധ്യംഗങ്ങൾ പരിപൂർണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, വർദ്ധിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യയും വിമുക്തിയും പരിപൂർണമാകും. അതായത് മുക്തനായിട്ട് തീരും. ഈ 4 സതിപഠാനവും ബോധ്യാംഗവും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. 4 സതിപഠാനങ്ങളിലെ ഓരോ സതിപഠാനം, ഉദാഹരണമായിട്ട് കായാനുപസന മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ 7 ബോധ്യാംഗങ്ങളെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന ഇവ ഓരോന്നിലും
ഈ 7 ഭോജ്യംഗങ്ങൾ ഉണ്ട്. അതിനെ വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ ആനാപാന അഭ്യസിക്കുന്നത് ആനാപാനയ്ക്ക് വേണ്ടിയിട്ടല്ല, 4 സതിപഠാനത്തെയും 7 ഭോജ്യംഗങ്ങളെയും പരിപൂർണമാക്കാനാണ് നമ്മൾ ആനാപാന അഭ്യസിക്കുന്നത്. ഈ കാര്യം പ്രത്യേകം ഓർക്കണം. അല്ലെങ്കിൽ നമ്മൾ ജീവിതം മുഴുവൻ ശ്വാസത്തിൽ തന്നെ ഇരിക്കും, മറ്റൊന്നും നമ്മൾ നേടില്ല. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ആനാപാന സതി അഭ്യസിക്കുന്ന സമയത്ത് അത് വളരെ ഗുണകരവും ഫലവത്തും ആയിട്ട് തീരുന്നത്? ഇത ഭിക്ഷവേ ഭിക്ഷു അരണ്യഗതോ വാ രുക്ഷമൂലഗതോ വാ ശൂന്യാകാരഗതോ വാ നിസീദതി പല്ലങ്കം ആഭിജിത്വ ഉജിം കായം പണിതായ പരിമുഖം സതിം ഉപഠഭിത്വ. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു അരണ്യത്തിൽ പോയിട്ട് അല്ലെങ്കിൽ കാട്ടിൽ പോയിട്ട് വൃക്ഷത്തിൻ്റെ മൂലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ശൂന്യാകാരം ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ചമ്മരം പടിഞ്ഞ് ഇരിക്കുന്നു. ഉജും കായം പണിതായ, ശരീരത്തെ നിവർത്തി വെച്ചുകൊണ്ട് നേരെ ഇരിക്കുന്നു. പരിമുഖം സതിം ഉപഠവിത്വ. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ശരീരം എപ്പോഴും നേരെ നിവർത്തി വയ്ക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് മിക്ക ആൾക്കാരും ധ്യാനിക്കുന്ന സമയത്ത് മുന്നോട്ട് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇതൊട്ടും തന്നെ ശരിയല്ല. കാരണം ആ സമയത്ത് ഉറക്കം വരും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പരിമുഖം സതിം ഉപഠവിത്വ. ഈ വാക്ക് നമ്മൾ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല സന്ദർഭങ്ങളിലായിട്ട് കണ്ടിട്ടുള്ളതാണ്. പരിമുഖം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മുഖത്തിന് ചുറ്റും എന്നാണ് അർത്ഥം. ഇതിന് പല അർത്ഥങ്ങളും ആൾക്കാർ എടുക്കാറുണ്ട്. ബർമയിൽ തന്നെ 4 അർത്ഥങ്ങളാണ് എടുക്കാറുള്ളത്. ആനാപാന ചെയ്യുന്ന സമയത്ത് അവർ നാഭിയിൽ ധ്യാനിക്കാൻ പറയും, അല്ലെങ്കിൽ ഹൃദയത്തിൽ ധ്യാനിക്കാൻ പറയും, അല്ലെങ്കിൽ മേൽചൂണ്ടിന് മുകളിൽ അല്ലെങ്കിൽ മൂക്കിന് താഴെ ധ്യാനിക്കാൻ പറയും, അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രത്തിൽ, അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉച്ചിയിൽ ധ്യാനിക്കാൻ പറയും. ഇത്തരം 4 അർത്ഥങ്ങൾ അവർ എടുക്കാറുണ്ട്. ഇതിൽ എവിടെയെങ്കിലും ധ്യാനിക്കാൻ ഭഗവാൻ പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുമായിരുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ കാതിൽ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാറില്ല. കണ്ണിൽ നമ്മൾ രൂപം കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ണിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ ജസ്റ്റ് അറിയുന്നു, അത്രമാത്രമേ ഉള്ളൂ. കണ്ണിലും അതേപോലെ തന്നെ അറിയുന്നു, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരു പ്രത്യേക സ്ഥാനത്ത്, അതായത് മേൽചുണ്ടിന് മുകളിൽ മൂക്കിന് താഴെ ഒരു പ്രത്യേക സ്ഥാനത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷനായിട്ട് മാറും. അതുകൂടാതെ അവിടെ റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചു വിടുക എന്ന് പറയുന്ന സ്റ്റെപ്പ് അവിടെ വരുന്നില്ല. പസംഭയം, ആ സ്റ്റെപ്പ് അവിടെ വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ ഒന്നില്ലെങ്കിൽ മൂക്കിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് നിങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ നെറ്റിക്ക് മുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു സ്ഥാനത്ത് സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് തലവേദന വരുന്നതാണ്. നിങ്ങൾ എവിടെയും കോൺസെൻട്രേഷൻ ചെയ്യാതെ ജസ്റ്റ് അവയർനെസ് ആയിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും തലവേദന വരില്ല. ശരീരത്തിൽ തീവ്രമായിട്ടുള്ള വേദനകൾ ഒന്നും തന്നെ വരില്ല. ഇത്തരത്തിലുള്ള ശ്രദ്ധയാണ് ഭഗവാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അതായത് ഒരിടത്ത് മാത്രം ശ്രദ്ധിക്കാതെ നമ്മൾ എല്ലാ സ്ഥലത്തുമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അതിനെ അറിയുക. അതാണ് റിലാക്സ് ആയിട്ടുള്ള അറിയൽ. ഇത് നിങ്ങൾ പല രീതിയിൽ നിങ്ങൾ പരിശീലിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ സത്യം ബോധ്യമാകും. നമ്മൾക്ക് പ്രീതി, സുഖം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. നീവരണങ്ങളെ ഇല്ലാതാക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ പരിമുഖം സതിം ഉപഠവിത്വ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ മേൽചുണ്ടിന് മുകളിൽ മൂക്കിന് താഴെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഭിക്ഷുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഇത്തരം വാക്കുകളുടെ അർത്ഥം ശരിയായിട്ട് രീതിയിൽ എടുക്കേണ്ടതാണ്. അതിനാൽ പരിമുഖം എന്ന് പറയുന്ന വാക്ക് അല്പം കുഴപ്പം പിടിച്ചതാണ്. പലരും പല രീതിയിൽ ഇതിനർത്ഥം പറയുന്നു എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സോ സതോവ അസ്സസതി സതോവ പസ്സസതി. ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തെ അറിയുന്നു, പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെ അറിയുന്നു. ദീഘം വ അസ്സസന്തോ ദീഘം അസ്സസാമീതി പജാനാതി ദീഘം വ പസ്സസന്തോ ദീഘം പസ്സസാമീതി പജാനാതി. ഉള്ളിലേക്ക് വരുന്ന ശ്വാസം ദീർഘമാണെങ്കിൽ ദീർഘമാണ് എന്ന് പ്രജ്ഞാപൂർവം അറിയുന്നു. പുറത്തേക്ക് പോകുന്ന ശ്വാസം ദീർഘമാണ് എങ്കിൽ ദീർഘമായിട്ടുള്ള ശ്വാസമാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് പ്രജ്ഞാപൂർവം അറിയുന്നു. രസം വ അസ്സസന്തോ രസം അസ്സസാമീതി പജാനാതി രസം വ പസ്സസന്തോ രസം പസ്സസാമീതി പജാനാതി. അകത്തേക്ക് വരുന്ന ശ്വാസം ഹ്രസ്വമാണെങ്കിൽ
അകത്തേക്ക് വരുന്ന ശ്വാസം ഹ്രസ്വമാണ് എന്ന് അവർ പ്രജ്ഞാപൂർവ്വം അറിയുന്നു. പുറത്തേക്ക് പോകുന്ന ശ്വാസം ഹ്രസ്വമാണെങ്കിൽ അത് ഹ്രസ്വമാണ് എന്ന് പ്രജ്ഞാപൂർവ്വം അറിയുന്നു. സബ്ബകായ പടിസംവേദി അസ്സസ്സിസാമീതി സിഖതി സബ്ബകായ പടിസംവേദി പസ്സസ്സിസാമേതി സിഖതി. ശരീരത്തെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് അകത്തേക്ക് ശ്വാസം എടുക്കാൻ ആ വ്യക്തി പരിശീലിക്കുന്നു. ശരീരത്തെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാൻ ആ ഭിക്ഷു പരിശീലിക്കുന്നു. സബ്ബകായ പടിസംവേദി, ശരീരത്തെ മുഴുവൻ അറിഞ്ഞുകൊണ്ട്. ഇതും ഒരു കുഴപ്പം പിടിച്ച വാക്കാണ്. ചിലർ പറയുന്നത് ശ്വാസത്തിൻ്റെ ശരീരത്തെ അറിയാനാണ്. അതായത് ശ്വാസം വരുന്നു, അത് പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് വരുന്ന ആ ശ്വാസത്തെ മുഴുവൻ അറിയുക, അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ അറിയുക. ഇതിനെയാണ് സബ്ബകായ പടിസംവേദി എന്ന് പറയുന്നു. പക്ഷേ ഇത് തെറ്റാണ്. കാരണം ഇവിടെ കായാനുപസന, അതായത് ശരീരത്തെ പറ്റി നോക്കാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശരീരത്തെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നു, അകത്തേക്ക് എടുക്കുന്നു. അതായത് നമ്മൾ ശരീരത്തിൽ ഒരു ഭാഗത്ത് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, മുഴുവൻ ശരീരത്തെ നോക്കിക്കൊണ്ടാണ്, റിലാക്സ് ചെയ്തിട്ടാണ്, ജസ്റ്റ് അവെയറാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശരീരത്തെ ഒന്നാകെ ഒറ്റക്കെട്ടായി അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ശ്വാസത്തേക്ക് പുറത്തേക്ക് വിടുന്നതും അകത്തേക്ക് വിടുന്നതും. പസംഭയം കായസംഹാരം അസ്സസ്സിസാമീതി സിഖതി പസംഭയം കായസംഹാരം പസ്സസ്സിസാമീതി സിഖതി. കായസംസ്കാരങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ട് അകത്തേക്ക് ശ്വാസം എടുക്കുന്നു, കായസംസ്കാരങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ട് പുറത്തേക്ക് ശ്വാസം വിടുന്നു. എന്താണ് ഈ കായസംഹാരം? കായസംഹാരം എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസം, ആനാപാന, ഇതിനെയാണ് കായസംഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, പസംഭയം, അതിനെ പ്രശാന്തമാക്കിക്കൊണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതം മുഴുവൻ ശ്വാസത്തെ അറിയലല്ല. സൂക്ഷ്മമായിട്ടുള്ള ശ്വാസത്തെ അറിഞ്ഞ് നമ്മൾ ധ്യാനത്തിലേക്ക് നമ്മൾ പോകണം. അതേപോലെ തന്നെ സതിപഠാനം ചെയ്യണം, 7 ഭുജംഗങ്ങളെ വർദ്ധിപ്പിക്കണം. അപ്പോൾ ഇതിൽ ഓരോ ഭുജംഗത്തെയും അറിയണം. അതേപോലെ തന്നെ നമ്മൾ 4 സതിപഠാനത്തെയും അറിയണം. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശ്വാസത്തെ പ്രശാന്തമാക്കുന്നത്. ഈ പസംഭയം എന്ന വാക്ക് വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അയച്ചു വിടുക, റിലാക്സ് ചെയ്യുക, ഇതാണ് ഈ വാക്കിൻ്റെ ഉദ്ദേശം. നമ്മൾ ധ്യാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അതിലും അതേപോലെ തന്നെയാണ് പറയുന്നത്. ധ്യാനത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പടിപ്പസദ്ധീയ എന്നാണ്. അതായത് ഒന്നാമത്തെ ധ്യാനത്തെ ശാന്തമാക്കി നമ്മൾ അടുത്ത ധ്യാനത്തിലേക്ക് പോകുന്നു, അതിനെയും ശാന്തമാക്കി നമ്മൾ രണ്ടാമത്തെ ധ്യാനത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ് നമ്മൾ ധ്യാനത്തിൽ മുന്നേറുന്നത്. ഇവിടെ പറയാനുള്ള താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയുന്ന സമയത്ത് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ. അത് ശ്വാസമായാലും ശരി, സംവേദനയാണെങ്കിലും ശരി. അതുകൊണ്ടാണ് ഇവിടെ ശ്വാസത്തെ ശാന്തമാക്കാൻ പറയുന്നത്. കാരണം ശ്വാസത്തെ ശാന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള സത്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അതിനാൽ ഈ പസംഭയം, റിലാക്സ് എന്ന് പറയുന്ന സ്റ്റെപ്പ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ധ്യാനത്തിൽ. പീതിപ്പടി സംവേദി അസ്സസ്സിസാമീതി സിഖതി പീതിപ്പടി സംവേദി പസ്സസ്സിസാമീതി സിഖതി. ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ കായാനുപസന, അതായത് ശരീരത്തെ നോക്കലായിരുന്നു. ഇപ്പോൾ പറയുന്നത് വേദന, അതിനെ നോക്കാനാണ്. പീതിയെ അറിഞ്ഞുകൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, പീതിയെ അറിഞ്ഞുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ പീതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സുഖത്തെയാണ് പീതി എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഇപ്പോൾ ആ വ്യക്തി ധ്യാനത്തിലാണ്. ആ വ്യക്തി ഒന്നാമത്തെയും രണ്ടാമത്തെയും ധ്യാനത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. അവിടെയാണ് ഈ പീതി എന്ന് പറയുന്ന കാര്യം ഉള്ളത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നീവരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. നീവരണങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ ധ്യാനത്തിലല്ല. പലരും ധ്യാനിക്കുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും. അത് ഒരു നീവരണമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അവർ ധ്യാനത്തിലേ അല്ല, അവർ അകുശലധർമ്മമാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആൾക്കാരെ കാണാൻ സാധിക്കും, അവരുടെ തല താഴോട്ട് ഇങ്ങനെ വന്നിരിക്കും. അതായത് അവർ ഉറങ്ങുകയാണ്. ധീനമിത്ത എന്ന് പറയുന്ന നീവരണമാണ് അവിടെ ഉള്ളത്. രാഗത്തെയും ദ്വേഷത്തെയും പോലെ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ധീനമിത്ത അല്ലെങ്കിൽ ഉറക്കം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം അറിയണം. ഈ കാര്യം വർഷങ്ങളോളം സാധന ചെയ്യുന്ന ധ്യാന ഗുരുക്കന്മാർക്ക് പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അവർ ധ്യാനിക്കാനിരിക്കുന്നു, അവർ ഉറങ്ങുന്നു. ഇത് ഒരു നീവരണമാണ്, ഒരു അകുശലധർമ്മമാണ് എന്ന് അറിയാനുള്ള ആ ശേഷി പോലും പലർക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
സുഖപ്പടി സംവേദി അസസ്സിസാമീതി സിഖതി സുഖപ്പടി സംവേദി പസസ്സിസാമീതി സിഖതി. സുഖത്തെ അറിഞ്ഞുകൊണ്ട് ആ വ്യക്തി ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാൻ പരിശീലിക്കുന്നു. സുഖത്തെ അറിഞ്ഞുകൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടാൻ ആ വ്യക്തി പരിശീലിക്കുന്നു. ഇപ്പോൾ ആ ഭിക്ഷു മൂന്നാമത്തെ ധ്യാനത്തിലാണ്. അതുകൊണ്ടാണ് സുഖം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റേതാണ്. ചിത്തസംഹാര പടിസംവേദി അസസ്സിസാമീതി സിഖതി ചിത്തസംഹാര പടിസംവേദി പസസ്സിസാമീതി സിഖതി. ഇനി ആ ഭിക്ഷു ചിത്തസംഹാരങ്ങളെ അറിഞ്ഞുകൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കാൻ പരിശീലിക്കുന്നു. ചിത്തസംഹാരങ്ങളെ അറിഞ്ഞുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇത് ശ്വാസത്തിൻ്റെ നിയന്ത്രണമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്കും പുറത്തേക്കും ശ്വസിക്കുന്നു എന്നാണ് അർത്ഥം. എന്താണ് ഈ ചിത്തസംഹാരം? മനസ്സിൻ്റെ സംഖ്യാവേദന, ഇതിനെയാണ് ചിത്തസംഹാരം എന്ന് പറയുന്നത്. സംഖ്യയും വേദനയും ചിത്തത്തിൻ്റെ സംഹാരമാണ്. അപ്പോൾ എന്താണ് ആ സമയത്ത് നമ്മുടെ സംഖ്യ ചെയ്യുന്നത്, അതേപോലെ തന്നെ വേദന എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ അകത്തേക്കും പുറത്തേക്കും ശ്വാസം വിടാൻ. പസംഭയം ചിത്തസംഹാരം അസസ്സിസാമീതി സിഖതി പസംഭയം ചിത്തസംഹാരം പസസ്സിസാമീതി സിഖതി. ഇനി അടുത്തതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ചിത്തസംഹാരത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് അകത്തേക്ക് ശ്വാസം എടുക്കുന്നു, ചിത്തസംഹാരത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് പുറത്തേക്ക് ശ്വാസം വിടുന്നു. അതായത് ഈ സംഖ്യ വേദന ഇതിനെ നമ്മൾ പ്രശാന്തമാക്കുന്നു, റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേദന അനുഭവിക്കുന്ന ഈ വേദനയും നമ്മൾ ശാന്തമാക്കുകയാണ്, ഈ സംവേദനയും നമ്മൾ ശാന്തമാക്കുകയാണ്, അതേപോലെ തന്നെ സംഖ്യയും നമ്മൾ ശാന്തമാക്കുകയാണ്. അതായത് വീണ്ടും നമ്മൾ കൂടുതൽ സൂക്ഷ്മസ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പസംഭയം എന്ന വാക്ക് വീണ്ടും വീണ്ടും പ്രയോഗിക്കുന്നത്. പ്രശാന്തമാക്കണം, നമ്മൾ ശാന്തമാക്കണം, റിലാക്സ് ചെയ്യണം. ചിത്തപ്പടി സംവേദി അസസ്സിസാമീതി സിഖതി ചിത്തപ്പടി സംവേദി പസസ്സിസാമീതി സിഖതി. ഇനി ആ ഭിക്ഷു ചെയ്യാൻ പോകുന്നത് ചിത്താനുപസനയാണ്. അതായത് ചിത്തത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ചിത്തത്തിനെ അനുഭവിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ചിത്തത്തെ അനുഭവിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. അടുത്തതായിട്ട് അഭിപ്രമോദയം ചിത്തം അസസ്സിസാമീതി സിഖതി അഭിപ്രമോദയം ചിത്തം പസസ്സിസാമീതി സിഖതി. ചിത്തത്തിലെ നീവരണങ്ങൾ, തടസ്സങ്ങൾ എല്ലാം തന്നെ നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിത്തത്തിന് ഒരു പ്രമോദം ഉണ്ടാകും. അതിനെയാണ് ഇവിടെ അഭിപ്രമോദയം എന്ന് പറയുന്നത്. ആ പ്രമോദത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ആ പ്രമോദത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. സമാദാഹം ചിത്തം അസസ്സിസാമീതി സിഖതി സമാദഹം ചിത്തം പസസ്സിസാമീതി സിഖതി. മനസ്സിൽ പ്രമോദം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് മനസ്സ് സമാധിസ്ഥമാകും. പ്രമോദത്താൽ പ്രീതിയുണ്ടാകും, പ്രീതിയാൽ സുഖമുണ്ടാകും. സുഖിനോ ചിത്തം സമാധീയതി എന്ന് ഭഗവാൻ നേരത്തെ ഒരുപാട് സൂത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചിത്തത്തിന് സമാധിസ്ഥമാകുന്നത്. അപ്പോൾ സമാധിസ്ഥമായിട്ടുള്ള ചിത്തത്താൽ അകത്തേക്ക് വരുന്ന ശ്വാസത്തെ അറിയുന്നു, സമാധിസ്ഥമായിട്ടുള്ള ചിത്തത്താൽ പുറത്തേക്ക് വരുന്ന ശ്വാസത്തെ നമ്മൾ അറിയുന്നു. സമാധി എന്ന് പറയുന്ന സമയത്ത് 4 ധ്യാനങ്ങളാണെന്ന് സതിപട്ടാന സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിമോചയം ചിത്തം അസസ്സിസാമീതി സിഖതി വിമോചയം ചിത്തം പസസ്സിസാമീതി സിഖത്തെ. ചിത്തത്തെ വിമുക്തമാക്കിക്കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, ചിത്തത്തെ വിമുക്തമാക്കിക്കൊണ്ട് നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുന്നു. അതായത് ഈ സമയത്ത് ആ ഭിക്ഷു ചിത്തത്തെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും അതിനെ പിടിക്കാതെ അതിൽ നിന്ന് ചിത്തത്തെ വിമുക്തമാക്കുന്നു. അതായത് രാഗം, ദ്വേഷം, മോഹം തുടങ്ങിയവയിൽ നിന്നെല്ലാം വിമുക്തമാക്കുന്നു. അതേപോലെ തന്നെ ഈ സമാധി അവസ്ഥയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെയും ആ വ്യക്തി പിടിക്കുന്നില്ല, അതിനെ തൻ്റേത് എന്ന് കരുതുന്നില്ല. അതിൽ നിന്ന് ചിത്തത്തെ വിമുക്തമാക്കുന്നു. എന്നിട്ട് ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും സമയം ആ ഭിക്ഷു ചിത്താനുപസനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഭിക്ഷു ചെയ്യാൻ പോകുന്നത് ധമ്മാനുപസനയാണ്. അനിച്ഛാനുപസ്സി അസസ്സിസാമീതി സിഖതി അനിച്ഛാനുപസ്സി പസസ്സിസാമീതി സിഖതി. അനിത്യത്തെ അറിഞ്ഞുകൊണ്ട് ആ ഭിക്ഷു ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ പഠിക്കുന്നു. അനിച്ഛത്തെ അറിഞ്ഞുകൊണ്ട് ആ ഭിക്ഷു പുറത്തേക്ക് ശ്വാസം വിടാൻ പഠിക്കുന്നു. ഇപ്പോഴാണ് ശരിയായിട്ടുള്ള അനിച്ഛ ഉണ്ടാകുന്നത്. പലരും ആനാപാന തുടങ്ങുന്ന സമയത്ത് തന്നെ അനിച്ഛ, ദുഃഖ, അനത്ത എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവർ അഭ്യസിക്കുന്നു. ഇത് വെറും ഭൗതികപരമായിട്ടുള്ള അനിച്ഛയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുള്ള ഓരോ ധർമ്മവും, ഉണരുന്ന ഓരോ ധർമ്മവും അത് വെറും വൈബ്രേഷനായിട്ടാണ് ആ വ്യക്തിക്ക് മനസ്സിലാകുക. ചിന്തകളും അതേപോലെ തന്നെ മനസ്സിലെ ധർമ്മങ്ങളും സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വെറും വൈബ്രേഷൻ. അപ്പോഴാണ് ഈ അനിത്യത്തെ പറ്റിയുള്ള
സത്യം ആ ഭിക്ഷുവിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അത് ഉയർന്ന സ്റ്റേജിലെ അനിച്ഛയാണ്. വിരാഗാനുപസ്സി അസ്സസ്സാമീതി സിഖതി വിരാഗാനുപസ്സി പസ്സസ്സാമീതി സിഖതി. ഇപ്പോഴാണ് ദുഃഖത്തെ പറ്റിയുള്ള ബോധം ആ ഭിക്ഷുവിന് വളരെ വ്യക്തമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ രാഗമില്ലാതെ ആ വ്യക്തി അകത്തേക്ക് ശ്വാസം എടുക്കുന്നു, രാഗമില്ലാതെ ആ വ്യക്തി പുറത്തേക്ക് ശ്വാസം വിടുന്നു. കാരണം ഇത്രയും അനിത്യമായിട്ടുള്ള കാര്യത്തിൽ എങ്ങനെ രാഗമുണ്ടാക്കും എന്ന് ആ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ദുഃഖബോധം ഉണ്ടാകുന്നത്. ദുഃഖബോധം ഉണ്ടാകുന്ന സമയത്ത് ആ ഭിക്ഷു ഒരിക്കലും അതിൽ രാഗം ചെയ്യില്ല, ആസക്തി ഉണ്ടാക്കില്ല. അതാണ് രാഗമില്ലാതെ എന്ന് പറയുന്നത്. നിരോധാനുപസ്സി അസ്സസ്സാമീതി സിഖതി നിരോധാനുപസ്സി പസ്സസ്സാമീതി സിഖതി. ഈ സമയത്ത് ചിത്തം നിരോധമാകുന്നു. അതായത് സഞ്ജ്ഞാവേദീത നിരോധ എന്ന് പറയുന്ന ആ അവസ്ഥയിലെത്തുന്നു. അതായത് 8 ധ്യാനങ്ങളും പൂർത്തിയായി കഴിഞ്ഞ ശേഷം ഒരു അവസ്ഥ വരാറുണ്ട്, സഞ്ജ്ഞാവേദീത നിരോധ. അതായത് സംഖ്യയും വേദനയും നിരോധമാകുന്ന അവസ്ഥ. അതിനെയാണ് ഇവിടെ നിരോധാനുപസ്സി എന്ന് പറയുന്നത്. ചിത്തം തീർത്തും നിരോധമായി എന്ന ആ അവസ്ഥയിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നു. അപ്പോഴും ശ്വാസത്തെ അറിയുന്നുണ്ട്. അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസത്തെ ആ ഭിക്ഷു അറിയുന്നുണ്ട്. പക്ഷേ നിരോധമാണ്. വേദന പരിപൂർണമായിട്ടും നിരോധമായി, സംഖ്യ അതേപോലെ തന്നെ പരിപൂർണമായിട്ടും നിരോധമായി. ശ്വാസം എന്ന് പറയുന്ന ആ സാധനം മാത്രമേ ഉള്ളൂ. പടിനിസഗ്ഗാനുപസ്സി അസ്സസ്സാമീതി സിഖതി പടിനിസഗ്ഗാനുപസ്സി പസ്സസ്സാമീതി സിഖതി. ഉപേക്ഷ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, ഉപേക്ഷ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ശ്വാസം വിടുന്നു. ഇതാണ് പ്രജ്ഞ അല്ലെങ്കിൽ ഉപേക്ഷ. ഇത് നിർവ്വാണത്തിൻ്റെ അവസ്ഥയാണ്. രാഗമോ ദ്വേഷമോ മോഹമോ ഒന്നും തന്നെയില്ല. സഞ്ജ്ഞ വേദീത നിരോധ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്താണ് ഈ 4 ആര്യസത്യങ്ങൾ, അത് തന്നെയാണ് പ്രജ്ഞ. അത് ആ വ്യക്തി അനുഭവിക്കുന്നത്. അതിനെ തന്നെയാണ് ഇവിടെ ഉപേക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ശരിയായിട്ടുള്ള സമത. അതിനു മുൻപുള്ള നമ്മുടെ സമത എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള സമതയാണ്. അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ സമയത്ത് ആത്യന്തികമായിട്ട് ഉണ്ടാകുന്ന ആ സമത, അതിനെയാണ് പടിനിസ്സഗ്ഗ. എല്ലാറ്റിനെയും ആ ഭിക്ഷു ഉപേക്ഷിച്ചിരിക്കുകയാണ്. അവിടെ രാഗമോ ദ്വേഷമോ മോഹമോ ഒന്നും തന്നെയില്ല, പ്രജ്ഞ മാത്രമേ ഉള്ളൂ. നിർവ്വാണത്തിൻ്റെ അവസ്ഥയാണ് ഇത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സഞ്ജ്ഞാവേദീത നിരോധ അവസ്ഥ അത് നിർവ്വാണമല്ല. അത് മനസ്സ് പരിപൂർണമായിട്ടും നിരോധമാകുന്ന അവസ്ഥയാണ്. അതിൽ നിന്ന് പുറത്തു വരുന്ന സമയത്താണ് ഈ പ്രജ്ഞ അല്ലെങ്കിൽ നിബ്ബാണം ഉണ്ടാകുന്നത്. കുറച്ച് സമയങ്ങൾക്ക് ഉള്ളിൽ നമ്മൾ ആ 4 ആര്യസത്യങ്ങളുടെ സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. ദുഃഖ നിരോധ സത്യം എന്ത് എന്ന് സ്വന്തം അനുഭവത്തിലെല്ലാം മനസ്സിലാക്കുന്നു. അതിനെയാണ് നമ്മൾ നിബ്ബാണം എന്ന് പറയുക. ഏവം ഭാവിതാഖോ ഭിക്കവേ ആനാപാന സതി ഏവം ബഹുലികത മഹഫലാഹോതി മഹാനിസംസ. ഭിക്ഷുക്കളെ, ഈ തരത്തിൽ അഭ്യസിക്കുന്ന ആനാപാന സതി വളരെ മഹാഫലം തരുന്നതാണ്, മഹാഗുണകാരിയാണ്. ഇനി ആനാപാന ചെയ്യുന്ന സമയത്ത് നമ്മൾ സതിപഠാനത്തെ എങ്ങനെയാണ് ഭാവന ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കഥം ഭാവിതാച്ച ഭിക്കവേ ആനാപാന സതി കഥം ബഹുലികത ഛത്താരോ സതിപഠാനെ പരിപൂരേതി. ഭിക്ഷുക്കളെ, നമ്മൾ ആനാപാന സതി അഭ്യസിക്കുന്ന സമയത്ത്, അതിനെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ 4 സതിപഠാനത്തെ എങ്ങനെയാണ് ഭാവനയാൽ പരിപൂർണമാക്കുന്നത്. ഈ ആനാപാനയിൽ 16 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ആദ്യത്തെ 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത് കായാനുപസനയുടെയാണ്. അടുത്ത 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേദനാനുപസനയുടെ ആണ്. അടുത്ത 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിത്താനുപസനയുടെ ആണ്. അടുത്ത 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ധർമാനുപസനയുടെ ആണ്. ഇങ്ങനെ നമ്മൾ പടിപടിയായിട്ട് പ്രോഗ്രസ് ചെയ്തെങ്കിൽ മാത്രമേ അത് ശരിയായിട്ടുള്ള ആനാപാന ആകുകയുള്ളൂ. അല്ലാതെ വെറും ശ്വാസത്തിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ആനാപാന സതി ധ്യാനമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ആ സമയത്ത് ഈ 4 സതിപഠാനവും അതേപോലെ തന്നെ 7 ബോധ്യംഗവും അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് ആ ആനാപാന സതി ധ്യാനം ശരിയായിട്ടുള്ള ആനാപാനയാവുള്ളൂ. അല്ലെങ്കിൽ വെറും ശ്വാസത്തിൻ്റെ എക്സസൈസ് മാത്രമായിട്ട് തീരും. യസ്മിൻ സമയേ ഭിക്കവേ ഭിക്കു ദീഘം വാ അസ്സസന്തോ ദീഘം അസ്സസാമീതി പജാനാതി ദീഘം വാ പസ്സസന്തോ ദീഘം പസ്സസാമീതി പജാനാതി. ഭിക്ഷുക്കളെ, ഏത് സമയത്ത് ഒരു ഭിക്ഷു അകത്തേക്ക് വരുന്ന ശ്വാസം ദീർഘമാണ്, പുറത്തേക്ക് വരുന്ന ശ്വാസം ദീർഘമാണ് എന്ന് അറിയുന്നുവോ? രസം വാ അസ്സസന്തോ രസം അസ്സസാമീതി പജാനാതി രസം വാ പസ്സസന്തോ രസം പസ്സസാമീതി പജാനാതി. അകത്തേക്കും പുറത്തേക്ക് വരുന്ന ശ്വാസം ഹ്രസ്വമാണ് എന്ന് അറിയുന്നുവോ? സബ്ബകായ പടിസംവേദി അസ്സസാമീതി സിഖതി സബ്ബകായ പടിസംവേദി പസ്സസാമീതി സിഖതി.
ശരീരത്തെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് ശ്വാസത്തെ അകത്തേക്കും പുറത്തേക്കും വിടുവാൻ പഠിക്കുന്നുവോ? പസംഭയം കായസംഹാരം അസ്സസാമീതി സിഖതി, പസംഭയം കായസംഹാരം പസ്സസാമീതി സിഖതി. കായസംസ്കാരത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് അകത്തേക്കും പുറത്തേക്കും ശ്വാസം വിടുന്നത് പഠിക്കുന്നുവോ? കായേ കായാനുപസ്സി ഭിക്കവേ തസ്മിൻ സമയേ ഭിക്കു വിഹരതി ആദാബി സമ്പജാനോ സദീമ വിനയ്യ ലോകെ അഭിജാദോമനസം. ആ സമയത്ത് ഭിക്ഷു ശരീരത്തിൻ്റെ അനുപശന, കായയിൽ കായാനുപസന ചെയ്തുകൊണ്ടാണ് വിഹരിക്കുന്നത്. ആദാബി പ്രയത്നപൂർവം, സമ്പജാനം സതിയോടുകൂടി, വിനയ്യ ലോകെ ഈ ശരീരത്തിൽ അഭിജാദോമനസത്തെ ഇല്ലാതാക്കിക്കൊണ്ട്. അതായത് സതിപഠാനം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾക്ക് ആദാബി പ്രയത്നം വേണം, സമ്പജന്യം വേണം, സതി വേണം. അതേപോലെ തന്നെ അഭിജ്ഞാദോമനസം ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഈ അഭിജ്ഞ? പലരും ഈ വാക്കിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അവർ അതിനെ അവിദ്യയുമായിട്ടാണ് തെറ്റിദ്ധരിക്കാറുള്ളത്. ഈ വാക്കിൻ്റെ അർത്ഥം അഭിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവറ്റസ്നെസ്, അതായത് തൻ്റേതാണ് എന്ന ഭാവം, അല്ലെങ്കിൽ അതിനെ രാഗം എന്ന് വേണമെങ്കിലും നമ്മൾക്ക് വിളിക്കാം. അതേപോലെ തന്നെ ദോമനസം എന്ന് പറയുമ്പോൾ ദുർമനസ്, അതുണ്ടാകാൻ പാടില്ല. അവിദ്യ എന്ന് പറയുമ്പോൾ കൊവറ്റസ്നെസ്, അതായത് എൻ്റേതാണ് എന്ന ഭാവം അല്ലെങ്കിൽ രാഗം. അവിദ്യ എന്ന് പറയുമ്പോൾ മോഹം അല്ലെങ്കിൽ അവിദ്യ, അത് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ഈ രണ്ട് വാക്കും നമ്മളുടെ വ്യത്യാസം. ഇനി സമ്പജാനോ എന്ന വാക്കിന് നമ്മൾ പല അർത്ഥങ്ങളും കണ്ടു. ഒരർത്ഥം എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, ഉണ്ണുന്ന സമയത്തും എല്ലാം സമ്പജാനം. മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് പജാനാദി, അതായത് സമ്മാദിഷ്ഠിയാണ് ഇവിടെ സമ്പജാനോ എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരു സൂത്രത്തിൽ കാണാറുണ്ട് ദുപ്പന്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ആര്യസത്യങ്ങളെ അറിയുന്നില്ല. നപ്പജാനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ആര്യസത്യങ്ങളെ അറിയുന്നില്ല. അപ്പോൾ സമ്പജാനാദി എന്ന് പറയുമ്പോൾ ഈ 4 ആര്യസത്യങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് പ്രജ്ഞ അവിടെയുണ്ട്. അപ്പോൾ ആനാപാനിയുടെ ആദ്യത്തെ 4 സ്റ്റെപ്പിൽ നമ്മൾ കായാനുപസനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കായേസു കായന്യതരാഹം ഭിക്കവേ ഏവം വദാമി യദിദം അസ്സാസപസ്സാസ. ഭിക്ഷുക്കളെ, ഈ അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസത്തെ ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രക്രിയയാണ് എന്ന് ഞാൻ പറയുന്നു. അതായത് ആനാപാന എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രക്രിയയാണ്. അതായത് കായഗതാസതി, അതാണ് ഈ ആനാപാന എന്ന് പറയുന്നത്. ഇത് സമാധിയല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇത് കായഗതാസതി, അതായത് ശരീരത്തിൻ്റെ ഒരു അംഗമാണ്. ഇതിലൂടെ വേണം നമ്മൾ സമാധി അല്ലെങ്കിൽ 4 ധ്യാനത്തിലേക്ക് മാറാൻ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതിനുള്ള തുടക്കമായിട്ടുള്ള ഒരു ഉപാധിയാണ് ഈ ആനാപാന എന്ന് പറയുന്നത്. തസ്മാത് ഭിക്കവേ കായേ കായാനുപസ്മി തസ്മിൻ സമയേ ഭിക്കു വിഹരതി ആദാബി സമ്പജാനോ സദീമ വിനയ ലോകെ അഭിജ്ഞാദോമനസം. അതുകൊണ്ടാണ് ഭിക്ഷുക്കളെ ആ സമയത്ത് ഒരു ഭിക്ഷു കായാനുപസന ചെയ്യുന്നത്. ആദാബി പ്രയത്നപൂർവ്വം, സമ്പജാനത്തോടുകൂടി, സതിയുണ്ട്. ലോകത്തിൽ അഭിജ്ഞാദോമനസം ഇല്ലാതെ, അതായത് ഈ ശരീരത്തിൽ എന്തെല്ലാം നടക്കുന്നുവോ അത് തൻ്റേതാണ് എന്ന് കരുതുന്നില്ല. അതുകൂടാതെ അതിനോട് ദൗർമനസവും ഇല്ല, മനസ്സിൽ ദ്വേഷവുമില്ല. ഇനി അടുത്തതായിട്ട് വേദനാനുപസന ഒരു ഭിക്ഷു എപ്പോഴാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. യസ്മിൻ സമയേ ഭിക്കവേ ഭിക്കു പീതിപ്പടി സംവേദി അസ്സസാമീതി സിഖതി പീതിപ്പടി സംവേദി പസ്സസാമീതി സിഖതി. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ഏത് സമയത്ത് പ്രീതിയെ അറിഞ്ഞുകൊണ്ട് അകത്തേക്ക് ശ്വാസം എടുക്കുന്നുവോ, പ്രീതിയെ അറിഞ്ഞുകൊണ്ട് ശ്വാസത്തേക്ക് പുറത്തേക്ക് വിടുന്നുവോ, സുഖപ്പടി സംവേദി അസ്സാമീതി സിഖതി സുഖപ്പടി സംവേദി പസ്സാമീതി സിഖതി, സുഖത്തെ അറിഞ്ഞുകൊണ്ട് ശ്വാസത്തെ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നുവോ, ചിത്തസംഹാരപ്പടി സംവേദി അസ്സാമീതി സിഖതി ചിത്തസംഹാരപ്പടി സംവേദി പസ്സാമീതി സിഖതി, ചിത്തസംസ്കാരത്തെ, അതായത് സംഖ്യാവേദന, ഇതിനെ അറിഞ്ഞുകൊണ്ട് ശ്വാസത്തെ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നുവോ, പസംഭയം ചിത്തസംഹാരം അസ്സാമീതി സിഖതി പസംഭയം ചിത്തസംഹാരം പസ്സാമീതി സിഖതി, ചിത്തസംസ്കാരത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് ശ്വാസത്തെ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നുവോ, വേദനാസു വേദനാനുപസ്സി ഭിക്കവേ തസ്മിൻ സമയേ ഭിക്കു വിഹരതി ആദാബി സമ്പജാനോ സദീമ വിനയ്യ ലോകെ അഭിജ്ഞാദോമനസം. ആ സമയത്ത് ഒരു ഭിക്ഷു വേദനയിൽ വേദനാനുപസനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദാബി സമ്പജാനോ സദീമ വിനയ്യ ലോകെ അഭിജ്ഞാദോമനസം. ഈ ലോകത്തിൽ അഭിജ്ഞാദോമനസം ഇല്ലാതെയാണ് ആ ഭിക്ഷു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രജ്ഞാപൂർവമാണ് ആ ഭിക്ഷു ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദനാസു വേദനാന്യത്തരാഹം ഭിക്കവേ ഏവം വദാമി യദിദം അസ്സാസപസ്സാസനം സാധുകം മനസീകാരം. ഭിക്ഷുക്കളെ,
അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസത്തെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കുന്ന സമയത്ത് ആ സമയത്ത് ഭിക്ഷു വേദനാനുപസന തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഓരോ ശ്വാസത്തെയും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുന്ന സമയത്താണ് ആ സമയത്താണ് വേദന നമ്മൾക്ക് അനുഭവമാകുന്നത്, അല്ലെങ്കിൽ സംവേദന നമ്മൾക്ക് അനുഭവമാകുന്നത്. തസ്മാദിഹ ഭിക്കവേ വേദനാസു വേദനാനുപസ്സി തസ്മിൻ സമയേ ഭിക്കു വിഹരതി ആതാപി സംഭജാനോ സതീമ വിനയ്യ ലോകെ അഭിജാദോമനസം. അതിനാൽ ആ സമയത്ത് ഭിക്ഷു വേദനാനുപസനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ശരീരത്തിൽ ദുഃഖകരമായിട്ടുള്ള വേദന ഒന്നും തന്നെ ഭിക്ഷു അനുഭവിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. പ്രീതിയാണ് അനുഭവിക്കുന്നത്, ശരീരത്തിൽ സുഖമാണ് അനുഭവിക്കുന്നത്. ആനാപാന അനുഭവിക്കുന്ന സമയത്ത് ശരീരത്തിൽ ദുഃഖസംവേദനയാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ നമ്മൾ ആ സമയത്ത് ധ്യാനത്തിലല്ല. അതുകൂടാതെ തെറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആനാപാന ചെയ്യുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തതായിട്ട് ഭിക്ഷു ചിത്താനുപസന എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. യസ്മിൻ സമയേ ഭിക്കു ചിത്തപ്പടി സംവേദി അസ്സാമീതി സിക്കതി ചിത്തപ്പടി സംവേദി പസ്സാമീതി സിക്കതി. ഭിക്ഷകളെ ഏതൊരു സമയത്ത് ഭിക്ഷു ചിത്തത്തെ അറിഞ്ഞുകൊണ്ട് ശ്വാസത്തെ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നുവോ അഭിപ്രമോദയം ചിത്തം അസ്സാമീതി സിക്കതി അഭിപ്രമോദയം ചിത്തം പസ്സാമീതി സിക്കതി. ചിത്തത്തെ പ്രമോദമാക്കിക്കൊണ്ട് ശ്വാസത്തെ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നുവോ സമാദഹം ചിത്തം അസ്സാമീതി സിക്കതി സമാദഹം ചിത്തം പസ്സാമീതി സിക്കതി. ചിത്തത്തെ സമാധിസ്ഥമാക്കിക്കൊണ്ട് അകത്തേക്കും പുറത്തേക്കും ശ്വാസം എടുക്കുന്നുവോ വിമോചയം ചിത്തം അസ്സാമീതി സിക്കതി വിമോചയം ചിത്തം പസ്സാമീതി സിക്കതി. ചിത്തത്തെ വിമുക്തമാക്കിക്കൊണ്ട് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നുവോ ചിത്തേ ചിത്താനുപസ്സി ഭിക്കവേ തസ്മിൻ സമയേ ഭിക്കു വിഹരതി ആതാപി സംഭജാനോ സതീമ വിനയ്യ ലോകി അഭിജാദോമനസം. ഭിക്ഷുക്കളെ ആ സമയത്ത് ഭിക്ഷു ചിത്തത്തിൽ ചിത്താനുപസന ചെയ്തുകൊണ്ടാണ് വിഹരിക്കുന്നത്. ആ സമയത്ത് സമ്പജന്യം സതി ഉണ്ട്. ലോകത്തിൽ അഭിജ്യ ദോമനസം ഇല്ലാതെ ഈ ശരീരത്തിൽ ഒട്ടും തന്നെ അഭിജ്യയോ ദോമനസമോ ഇല്ല. നാഹം ഭിക്കവേ മുട്ടസതിസ അസംഭജാനസ ആനാപാന സതിം വദാമി. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭിക്ഷുക്കളെ ഏതൊരു വ്യക്തിക്ക് സതി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ആ സമയത്തുള്ള ശ്രദ്ധയില്ലയോ സംഭജാനം എന്ന് പറയുന്ന കാര്യമില്ലയോ ആ വ്യക്തിക്ക് ആനാപാന സതി ഒരിക്കലും വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല, അതിൽ ഭാവന ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സതി സംഭജാനം ഇത് രണ്ട് കാര്യങ്ങളും ഈ കാര്യത്തിൽ വളരെ അത്യാവശ്യമാണ് ആനാപാന സതിക്ക്. തസ്മാത് ഭിക്കവേ ചിത്തേ ചിത്താനുപസ്മി തസ്മിൻ സമയേ ഭിക്കു വിഹരതി ആതാപി സംഭജാനോ സതീമ വിനീയ ലോകെ അഭിജാദോമനസം. അപ്പോൾ ഈ സതിയും സംഭജന്യം ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് ഭിക്ഷു ചിത്തത്തിൽ ചിത്താനുപസന ചെയ്യുന്നത്. ആ സമയത്ത് ആതാപി സംഭജാനോ സതീമയുണ്ട്. അതേപോലെ തന്നെ ഈ ലോകത്തിൽ അഭിജാദോമനസം ഇല്ല. ഇനി എപ്പോഴാണ് ഭിക്ഷു ധമ്മാനുപസന ചെയ്യുന്നത് എന്ന് പറയുന്നു. യസ്മിൻ സമയേ ഭിക്കവേ ഭിക്കു അനിച്ഛാനുപസ്സി അസ്സാമീതി സിക്കതി അനിച്ഛാനുപസ്സി പസ്സാമീതി സിക്കതി. ഏതൊരു സമയത്ത് ഭിക്ഷു അനിത്യത്തെ അറിഞ്ഞുകൊണ്ട് അകത്തേക്കും പുറത്തേക്കും ശ്വാസം എടുക്കുന്നുവോ വിരാഗാനുപസ്സി അസ്സാമീതി സിക്കതി വിരാഗാനുപസ്സി പസ്സാമീതി സിക്കതി. മനസ്സിൽ നിന്ന് രാഗത്തെ വിമുക്തമാക്കിക്കൊണ്ട് അകത്തേക്കും പുറത്തേക്കും ശ്വാസം എടുക്കാൻ പഠിക്കുന്നുവോ നിരോധാനുപസ്സി അസ്സാമീതി സിക്കതി നിരോധാനുപസ്സി പസ്സാമീതി സിക്കതി. സർവധർമ്മങ്ങളെയും നിരോധമാക്കിക്കൊണ്ട് അകത്തേക്കും പുറത്തേക്കും ശ്വാസത്തെ എടുക്കാൻ പഠിക്കുന്നുവോ പടിനിസ്സഖാനുപസ്സി അസ്സാമീതി സിക്കതി പടിനിസ്സഖാനുപസ്സി പസ്സാമീതി സിക്കതി. എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അകത്തേക്കും പുറത്തേക്കും ശ്വാസം എടുക്കാൻ പരിശീലിക്കുന്നുവോ, അതായത് സമത. ധമ്മേസു ധമ്മാനുപസ്സി ഭിക്കവേ തസ്മിൻ സമയേ ഭിക്കു വിഹരതി ആതാപി സംഭജാനോ സതീമ വിനയ്യ ലോകെ അഭിജാദോമനസം. ആ സമയത്ത് ഭിക്ഷു ധർമ്മത്തിൽ ധർമാനുപശന ചെയ്തുകൊണ്ട് തന്നെയാണ് വിഹരിക്കുന്നത്. പ്രയത്നപൂർവം സംഭജാനത്തോടുകൂടി സതിയോടുകൂടി ഈ ലോകത്തിൽ അഭിജാദോമനസം ഇല്ലാതെ. സോ യം തം അഭിജാദോമനസ്ഥാനം പഹാനം തം പഞ്ഞായ ദിസ്വ സാധുകം അജുപേക്കിധാ ഹോതി. ആ സമയത്ത് ഭിക്ഷു അഭിജ്ഞാദോമനസത്തെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കിക്കൊണ്ട് പഞ്ഞായ ദിസ്വ പ്രജ്ഞയാൽ കണ്ടുകൊണ്ട് സാധുകം അജുബേഖിതാഹൂതി വളരെ ശ്രദ്ധയോടുകൂടി ഉപേക്ഷയോടുകൂടി അവർ നോക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതായത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഭിക്ഷു അഭിജ്ഞ അതായത് തൻ്റേതാണ് എന്ന അതില്ല, അതേപോലെ തന്നെ ദോമനസം ഇല്ല, അതിനോട് ഒരു കാര്യത്തിനോടും ദ്വേഷമില്ല, അതായത് രാഗവുമില്ല ദ്വേഷവുമില്ല, അപ്പോൾ മോഹവുമില്ല. അപ്പോൾ പഞ്ഞായ ദിസ്വ ആ സമയത്താണ് പ്രജ്ഞയാൽ കാണുന്നത്. അതായത് നിരോധ സമാപത്തിക്ക് ശേഷം പുറത്തു വരുന്ന സമയത്ത്
കുറച്ച് സമയത്തേക്ക് ഈ 4 ആര്യസത്യങ്ങളെ കാണുന്നു. അതാണ് പഞ്ഞായ ദിസ്വ, അതാണ് മുക്തി എന്ന് പറയുന്നത്, നിബ്ബാണം എന്ന് പറയുന്ന അവസ്ഥ. സാധുകം അജുപേക്ഷിത ഹോതി, ഉപേക്ഷയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ആ അവസ്ഥയെ നോക്കുന്നു. അതായത് നിർവ്വാണം അനുഭവിക്കുന്ന സമയത്ത് ഉള്ളത് പരിപൂർണമായിട്ട് ഉപേക്ഷയാണ്. അത് വളരെ സൂക്ഷ്മമായിട്ട് ഈ 4 ആര്യസത്യങ്ങളെ നോക്കുന്നു, അതായത് നിബ്ബാണത്തെ അറിയുന്നു. തസ്മാദിഹ ഭിക്കവേ ധമ്മേസു ധമ്മാനുപസി തസ്മിൻ സമയേ ഭിക്കു വിഹരതി ആതാപി സമ്പജാനോ സതീമ വിനയ്യലോകെ അഭിജാദോമനസം. അതുകൊണ്ടാണ് ആ ഭിക്ഷു ആ സമയത്ത് ധർമ്മത്തിൽ ധർമാനുപശ്യന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നത്. ആതാപി സമ്പജാനോ സതീമ വിനയ്യലോകെ അഭിജാദോമനസം. ഏവം ഭാവിത കോ ഭിക്കവേ ആനാപാന സതി ഏവം ബഹുലീകത ചത്താരോ സതിപ്പഠാനെ പരിപൂരേതി. ഭിക്ഷുക്കളെ, ഇങ്ങനെ ആനാപാന സതി അഭ്യസിക്കുന്ന സമയത്ത്, ഇതിനെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആ ഭിക്ഷു 4 സതിപ്പഠാനത്തെ പരിപൂർണമാക്കുന്നു. അതിനെയും ആ ഭിക്ഷു പരിപൂർണമായിട്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് ഭോജ്യംഗങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കഥം ഭാവിതാച ഭിക്കവേ ചത്താരോ സതിപ്പഠാന കഥം ബഹുലീകത സത്തഭോജ്യങ്കേ പരിപൂരന്തി. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഈ 4 സതിപ്പഠാനത്തെ പരിപൂർണമാക്കുന്ന സമയത്ത് ഈ 7 ഭോജ്യംഗങ്ങൾ പരിപൂർണമാകുന്നത്? അതായത് ഈ 7 ബോധിയുടെ അംഗങ്ങൾ പരിപൂർണമായി കഴിഞ്ഞാൽ നമുക്ക് നിർവ്വാണമായി. ആ 7 ഭോജ്യംഗങ്ങളെയും നമ്മൾ ഈ സമയത്ത് പരിപൂർണമാക്കുന്നുണ്ട്. അതായത് കായാനുപസന ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ 7 ഭോജ്യംഗങ്ങളെ പരിപൂർണമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേദനാനുപസന ചെയ്യുന്ന സമയത്തും ചിത്താനുപസന ചെയ്യുന്ന സമയത്തും ധമ്മാനുപസന ചെയ്യുന്ന സമയത്തും ഓരോ സമയത്തും നമ്മൾ ഈ 7 ഭോജ്യങ്ങളെ പരിപൂർണമാക്കുന്നുണ്ട്. യസ്മിൻ സമയേ ഭിക്കവേ ഭിക്കു കായേ കായാനുപസി വിഹരതി ആദാബി സമ്പജാനോ സതീമ വിനയ്യലോകെ അഭിജാദോമനസം ഉപഠിദാസ തസ്മിൻ സമയേ സതീ ഹോതി അസമ്മുട്ട. ഭിക്ഷുക്കളെ, ഏതൊരു സമയത്ത് ഭിക്ഷു കായയിൽ കായാനുപസന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നുവോ, ആതാപി പ്രയത്നപൂർവ്വം സമ്പജാനോ സമ്പജന്യത്തോടുകൂടി സതിയോടുകൂടി വിനയ്യലോകെ അഭിജാദോമനസം അഭിജാദോമനസം ഇല്ലാതെ വിഹരിക്കുന്നുവോ, ഉപഠിദാസ തസ്മിൻ സമയേ സതി ഹോതി അസമ്മുട്ട. ആ സമയത്ത് ആ വ്യക്തിക്ക് സതി എന്ന ഭോജ്യാംഗം ഉണ്ട്. സതി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾക്ക് കായാനുപസന ചെയ്യാൻ സാധിക്കുന്നത്. ആ സമയത്ത് ആദ്യമായിട്ട് വരുന്നത് സതിയാണ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്. യസ്മിൻ സമയേ ഭിക്കവേ ഭിക്കുണോ ഉപഠിത സതി ഹോതി അസമ്മുട്ട സതി സംഭോജ്യാംഗോ തസ്മിൻ സമയേ ഭിക്കുണോ ആരത്തോ ഹോതി സതി സംഭോജ്യാംഗം തസ്മിൻ സമയേ ഭിക്കു ഭാവേതി സതി സംഭോജ്യംഗം തസ്മിൻ സമയേ ഭിക്കുനോ ഭാവന പാരിപൂരി ഗച്ഛന്തി. ഏതൊരു സമയത്ത് ആ ഭിക്ഷുവിന് ശരിയായിട്ടുള്ള സതി ഉണ്ടാകുന്നുവോ, ആ സമയത്ത് ആ ഭിക്ഷു സതി ഭോജ്യാംഗം വർദ്ധിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നത്. ആ സമയത്ത് ആ ഭിക്ഷു സതി ഭോജ്യാംഗം ഭാവന ചെയ്യുന്നതിനാണ് പരിശ്രമിക്കുന്നത്. ആ സമയത്ത് ആ ഭിക്ഷു സതി സംഭോജ്യാംഗത്തെ ഭാവനയാൽ പരിപൂർണമാക്കാനാണ് ശ്രമിക്കുന്നത്. സോ തഥാ സതോ വിഹരന്തോ തം ധമ്മം പഞ്ഞായ പവിചിനതി പവിചയതി പരിവിമംസം ആപജ്ജതി. ഏത് സമയത്തോടുകൂടി സതിയോടുകൂടി ആ ഭിക്ഷു വിഹരിക്കുന്നുവോ, ആ സമയത്ത് ആ ധർമ്മത്തെ പ്രജ്ഞയാൽ പവിചിനതി അന്വേഷിക്കുന്നു, പവിചയതി ഒന്നൊന്നായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, വിജയനം ചെയ്യുന്നു, പരിവിമംസം ആപജ്ജതി അതിനെ പ്രജ്ഞയാൽ അതിനെ അറിയാൻ ശ്രമിക്കുന്നു. അതായത് ആ ധർമ്മങ്ങളെ വിജയനം ചെയ്ത് നോക്കുന്നു പ്രജ്ഞയാൽ. യസ്മിൻ സമയേ ഭിക്കവേ ഭിക്കു തഥാ സതോ വിഹരന്തോ തം ധമ്മം പഞ്ഞായ പവിചിനതി പവിചയതി പരിവിമംസം ആപജ്ജതി ധമ്മവിജയ സംഭോജ്യംഗം തസ്മിൻ സമയേ ഭിക്കുനോ ആരഥ ഹോതി ധമ്മവിജയ സംഭോജ്യംഗം തസ്മിൻ സമയേ ഭിക്കു ഭാവേതി ധമ്മവിജയ സംഭോജ്യംഗോ തസ്മിൻ സമയേ ഭിക്കുനോ ഭാവന പാരിപൂരീം ഗച്ഛതി. ഏതൊരു സമയത്ത് ആ ഭിക്ഷു ആ ധർമ്മത്തെ പ്രജ്ഞയാൽ വിചയനം ചെയ്യുന്നുവോ വിശ്ലേഷണം ചെയ്യുന്നുവോ അതിനെ അറിയാൻ ശ്രമിക്കുന്നുവോ, ആ സമയത്ത് ആ ഭിക്ഷു ധമ്മവിജയ സംഭോജ്യംഗം എന്ന് പറയുന്ന ആ അടുത്ത ഭോജ്യംഗത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതിനെ ഭാവന ചെയ്യുന്നു. അങ്ങനെ ഭാവനയാൽ പരിപൂർണമാക്കുന്നു. തസ്സ തം ധമ്മം പഞ്ഞായ പവിചിനതോ പവിചയതോ പരിവിമംസം ആപജ്ജതോ ആരദ്ധം ഹോതി വിരിയം അസല്ലിനം. ഏതൊരു സമയത്ത് ആ ഭിക്ഷു ആ ധർമ്മത്തെ പ്രജ്ഞയാൽ വിശ്ലേഷണം ചെയ്യുന്നുവോ വിചയനം ചെയ്യുന്നുവോ അതിനെ വെവ്വേറെയാക്കി നോക്കാൻ ശ്രമിക്കുന്നുവോ, ആ സമയത്ത്
വീര്യം ആ ഭിക്ഷുവിൽ ഉണ്ടാകുന്നു. വീര്യം ആ ഭിക്ഷുവിൽ സ്ഥിതമാകുന്നു. അതായത് ആ വ്യക്തി യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ആ ഭിക്ഷുവിൽ വീര്യം ഉണ്ടാകുന്നു. യസ്മിൻ സമയെ ഭിക്ഷവേ ഭിക്കുണോ തം ധമ്മം പഞ്ഞായ പവിചയതോ പരിവിമംസം ആപജ്ജതോ ആരദ്ധം ഹോതി വിരിയം അസല്ലിനം വിരിയസംഭോജ്യങ്കോ തസ്മിൻ സമയെ ഭിക്കുനോ ആരദ്ധോ ഹോതി വിരിയസംഭോജ്യങ്കം തസ്മിൻ സമയെ ഭിക്കു ഭാവേതി വിരിയസംഭോജ്യങ്കോ തസ്മിൻ സമയെ ഭിക്കുനോ ഭാവന പാരിപൂരിം ഗച്ഛതി. ഏതൊരു സമയത്ത് ആ ഭിക്ഷു ആ ധർമ്മത്തെ പ്രജ്ഞയാൽ വിശകലനം ചെയ്യുന്നുവോ വിശ്ലേഷണം ചെയ്യുന്നുവോ അറിയാൻ ശ്രമിക്കുന്നുവോ, ആ സമയത്ത് ആ ഭിക്ഷുവിൽ വീര്യം എന്ന് പറയുന്ന സംഭോജ്യംഗം വർദ്ധിക്കുന്നു. ആ ഭിക്ഷു വീര്യസംഭോജ്യംഗത്തെ ആ സമയത്ത് ഭാവന ചെയ്യുന്നു. ഭാവനയാൽ വീര്യസംഭോജ്യംഗം ആ വ്യക്തിയിൽ പരിപൂർണമാവുന്നു. അരദ്ധവീര്യസ ഉപജ്ജതി പീതി നിരാമിസ. ഏതൊരു വ്യക്തി അരദ്ധവീര്യം വളരെ വീര്യത്തോടുകൂടി യത്നിക്കുന്നുവോ ഉപജ്ജതി പീതി നിരാമിസ, നിരാമിസമായിട്ടുള്ള പ്രീതിയാണ് ആ വ്യക്തിയിൽ ഉണ്ടാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പ്രീതി എന്ന് പറയുന്നത് നിരാമിസമാണ്. അതായത് മനസ്സിലുണ്ടാകുന്ന ആ പ്രീതി എന്ന് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങളിൽപ്പെട്ട പ്രീതിയല്ല, അത് ബോധ്യംഗത്തിൽപ്പെട്ട പ്രീതിയാണ്. ഇന്ദ്രിയ സുഖത്തിൻ്റെ പ്രീതിയല്ല, ബന്ധിപ്പിക്കുന്ന പ്രീതിയില്ല. അതുകൊണ്ടാണ് ഇതിന് നിരാമിസം എന്ന് പറയുന്നത്. അതിനാൽ ഈ പ്രീതി വളരെ നല്ലതാണ്, ഇത് ഒരിക്കലും നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല. അതിനാൽ ഒരിക്കലും ഇതിനെ ആദിനവോ ഭയാനകമാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. യസ്മിൻ സമയെ ഭിക്ഷവേ ഭിക്കുണോ ആരദ്ധവീര്യം ഉപജ്ജതി പീതി നിരാമിസ പീതി സംഭോജ്യംഗം തസ്മിൻ സമയെ ഭിക്കുനോ ആരദ്ധോ ഹോതി പീതി സംഭോജ്യംഗം തസ്മിൻ സമയെ ഭിക്കു ഭാവേതി പീതി സംഭോജ്യങ്കോ തസ്മിൻ സമയെ ഭിക്കുനോ ഭാവന പാരിപൂരിം ഗച്ഛതി. ഏതൊരു സമയത്ത് ആ ഭിക്ഷുവിൽ വീര്യം ഉണ്ടാകുന്നുവോ ആ സമയത്ത് നിരാമിഷമായിട്ടുള്ള പ്രീതി ആ ഭിക്ഷുവിൽ ഉണ്ടാകുന്നു. ആ സമയത്ത് പീതി സംഭോജ്യംഗം ആ ഭിക്ഷു വർദ്ധിപ്പിക്കുന്നു. ആ സമയത്ത് ആ ഭിക്ഷു പീതി സംഭോജ്യംഗം ഭാവന ചെയ്യുന്നു. ആ സമയത്ത് ആ ഭിക്ഷു പീതി സംഭോജ്യംഗത്തെ ഭാവനയാൽ പരിപൂർണമാക്കുന്നു. പ്രീതി മനസ്സ കായോബി പസമ്പതി ചിത്തംബി പസമ്പതി. പ്രീതി മനസ്സിനാൽ കായ പ്രശാന്തമാകുന്നു, ശരീരം പ്രശാന്തമാകുന്നു, മനസ്സും പ്രശാന്തമാകുന്നു. മനസ്സ് സമാധിസ്ഥം ആകുന്നതിന് മുമ്പായിട്ട് ആദ്യം പ്രമോദമുണ്ടാകുന്നു, പ്രമോദത്താൽ പ്രീതിയുണ്ടാകുന്നു, പ്രീതിയാൽ സുഖമുണ്ടാകുന്നു. സുഖിനോ ചിത്തം സമാധിയതി. ആ സുഖമുണ്ടാകുന്ന സമയത്താണ് ചിത്തം സമാധിസ്ഥമാകുന്നത്. ഇത് നമ്മൾ പല സൂത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇതാണ് ചിത്തത്തെ സമാധിസ്ഥമാക്കാനുള്ള വഴി. ഒരിക്കലും ശരീരത്തിലും മനസ്സിലും വേദനയും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഉള്ള സമയത്ത്, ദുഃഖവേദനയും പ്രശ്നങ്ങളും ഉള്ള സമയത്ത് ഒരിക്കലും നമ്മുടെ ചിത്തം സമാധിസ്ഥമാകുകയില്ല. ഈ കാര്യം വളരെ പ്രത്യേകം നമ്മൾ ഓരോ സാധകനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മനസ്സിൽ പ്രീതി ഉണ്ടാകുന്ന സമയത്ത് ശരീരവും പ്രശാന്തമാകുന്നു, മനസ്സും പ്രശാന്തമാകുന്നു. യസ്മിൻ സമയെ ഭിക്ഷവേ ഭിക്കുനോ പീതി മനസാ കായോബി പസമ്പതി ചിത്തംബി പസമ്പതി പസദ്യ സംഭോജ്യംഗം തസ്മിൻ സമയെ ഭിക്കുനോ ആരദ്ധോ ഹോതി പസദ്യ സംഭോജ്യംഗം തസ്മിൻ സമയെ ഭിക്കു ഭാവേതി പസദ്യ സംഭോജ്യംഗം തസ്മിൻ സമയെ ഭിക്കുണോ ഭാവന പാരിപൂരിം ഗച്ഛതി. ഏതൊരു സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ പ്രീതി ഉണ്ടാകുന്നുവോ ആ സമയത്ത് ശരീരവും പ്രശാന്തമാകുന്നു, മനസ്സും പ്രശാന്തമാകുന്നു. ആ സമയത്ത് പസദ്യ സംഭോജ്യംഗം, പസദ്യ എന്ന് പറയുന്ന ആ ഭോജ്യംഗം ആ ഭിക്ഷു വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. പസദ്യ എന്ന് പറയുന്ന ഭോജ്യംഗം ആ ഭിക്ഷു ആ സമയത്ത് ഭാവന ചെയ്യുന്നു. ആ സമയത്ത് പസദ്യ എന്ന് പറയുന്ന ഭോജ്യംഗം ഭാവനയാൽ പരിപൂർണമാവുന്നു. പസദ്യഖായസ സുഖിനോ ചിത്തം സമാധീയതി. ശരീരം പ്രശാന്തമാകുന്ന സമയത്ത് സുഖം ഉണ്ടാകുന്നു, ശരീരത്തിൽ സുഖമുണ്ടാകുന്നു. സുഖിനോ ചിത്തം സമാധീയതി. അപ്പോൾ ശരീരത്തിൽ സുഖമുണ്ടാകുന്ന സമയത്താണ് ചിത്തം സമാധിസ്ഥമാകുന്നത്. പലരും വർഷങ്ങളായിട്ട് ധ്യാനിക്കാറുണ്ട്. അവരുടെ ശരീരത്തിൽ ദുഃഖമായിട്ടുള്ള സംവേദനകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് തെറ്റായിട്ടുള്ള പ്രയത്നങ്ങൾ മൂലമാണ്, ഒരിക്കലും സംസ്കാരങ്ങളുടെ കാരണമല്ല. അങ്ങനെ ദുഃഖമായിട്ടുള്ള സംവേദന ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ആ വ്യക്തിയുടെ ശരീരത്തിൽ സുഖം അനുഭവിക്കില്ല. സുഖം അനുഭവിക്കില്ല എങ്കിൽ ഒരിക്കലും ആ വ്യക്തി സമാധി അനുഭവിക്കില്ല. സമാധി അനുഭവിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് പ്രജ്ഞ ഉണ്ടാകില്ല, വിമുക്തി ഉണ്ടാകില്ല. ഇതാണ് തെറ്റായിട്ടുള്ള സാധനയുടെ ഫലം. എന്നാൽ നമ്മൾ ശരിയായിട്ട് സാധന ചെയ്യുന്ന സമയത്ത്, അതായത് മനസ്സിനെ എവിടെയും കോൺസെൻട്രേഷൻ ചെയ്യാതെ മനസ്സിനെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ പ്രീതി, സുഖം എല്ലാം ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾക്ക് സമാധി ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾക്ക് പ്രജ്ഞ ഉണ്ടാകുന്നത്.
അപ്പോൾ സാധനയിൽ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രീതി സുഖമാണ് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു സാധനയിൽ നമ്മൾക്ക് ശരീരത്തിൽ മുഴുവൻ ദുഃഖകരമായിട്ടുള്ള അനുഭവമാണോ ഉണ്ടാകുന്നത്, അത് ശരിയായിട്ടുള്ള സാധനയല്ല എന്ന് നമ്മൾക്ക് ഈ സൂത്രം വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. യസ്മിൻ സമയേ ഭിക്കവേ ഭിക്കുനോ പസദ്ധികായസ സുഖിനോ ചിത്തം സമാധിയതി സമാധി സംഭോജ്യംഗം തസ്മിൻ സമയേ ഭിക്കുനോ ആരത്തോ ഹോതി സമാധി സംഭോജ്യംഗം തസ്മിൻ സമയേ ഭിക്കു ഭാവേതി സമാധി സംഭോജ്യംഗോ തസ്മിൻ സമയേ ഭിക്കുനോ ഭാവനാ പാരിപൂരി ഗച്ഛന്തി. ഏതൊരു സമയത്ത് ആ ഭിക്ഷുവിൽ കായ പ്രശാന്തമാകുന്നു, ആ സമയത്ത് ആ വ്യക്തിക്ക് സുഖം അനുഭവിക്കുന്നു, അപ്പോൾ സമാധി ഉണ്ടാകുന്നു. ആ സമയത്താണ് ആ ഭിക്ഷു സമാധി സംഭോജ്യത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ സമയത്താണ് ആ ഭിക്ഷു സമാധി സംഭോജ്യത്തെ ഭാവന ചെയ്യുന്നത്. ആ സമയത്താണ് ആ ഭിക്ഷു സമാധി സംഭോജ്യത്തെ ഭാവന ചെയ്ത് പരിപൂർണമാക്കുന്നത്. സോ തഥാ സമാഹിതം ചിത്തം സാധുകം അജുബേഖിതാഹോതി. അപ്പോൾ ആ മനസ്സ് സമാധിസ്ഥമായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ സമാധിസ്ഥമായിട്ടുള്ള മനസ്സിനെ ആ ഭിക്ഷു ഉപേക്ഷയോടുകൂടി, സമതിയോടുകൂടി വളരെ സൂക്ഷ്മമായിട്ട് ആ മനസ്സിനെ നോക്കുന്നു. ഇനി എന്താണ് ആ മനസ്സിൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് വളരെ സൂക്ഷ്മതയോടുകൂടി ആ ഭിക്ഷു നോക്കുന്നത്. ഇവിടെ ഉപേക്ഷ വളരെ പ്രധാനമാണ്. ഉപേക്ഷയോടുകൂടി നോക്കണം. യസ്മിൻ സമയേ ഭിക്കവേ ഭിക്കു തഥാ സമാഹിതം ചിത്തം സാധകം അജുബേഖിതാ ഹോതി ഉപേക്ഷാ സംഭോജ്യംഗോ തസ്മിൻ സമയേ ഭിക്കുനോ ആരത്തോ ഹോതി ഉപേക്ഷാ സംഭോജ്യംഗം തസ്മിൻ സമയേ ഭിക്കു ഭാവേതി ഉപേക്ഷാ സംഭോജ്യംഗോ തസ്മിൻ സമയേ ഭിക്കുനോ ഭാവന പാരിപൂരിം ഗച്ഛതി. അങ്ങനെ സമാധിസ്ഥമായിട്ടുള്ള മനസ്സിനെ ഉപേക്ഷയോടുകൂടിയിട്ട്, അതായത് ഒന്നിലും പെടാതെ, രാഗത്തിലും ദ്വേഷത്തിലും പെടാതെ പ്രജ്ഞയോടുകൂടി നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആ സമയത്താണ് ആ ഭിക്ഷുവിൽ ഉപേക്ഷാ സംഭോജ്യംഗം വർദ്ധിക്കുന്നത്. അപ്പോഴാണ് ആ ഭിക്ഷുവിൽ ഉപേക്ഷാ സംഭോജ്യംഗം ഭാവന ചെയ്യപ്പെടുന്നത്. ആ സമയത്താണ് ആ ഭിക്ഷുവിൽ ഉപേക്ഷാ സംഭോജ്യംഗം ഭാവനയാൽ പരിപൂർണമാകുന്നത്. ഈ സമയത്താണ് ആ ഭിക്ഷുവിൽ ഉപേക്ഷ എന്ന് പറയുന്ന, സമത എന്ന് പറയുന്ന ആ ബോധിയുടെ അംഗം വർദ്ധിക്കുന്നത്. ഇങ്ങനെയാണ് കായാനുപസന ചെയ്യുന്ന സമയത്ത് ഈ 7 ബോധ്യംഗങ്ങളും ഭാവന ചെയ്യപ്പെടുന്നത്. ഇതേപോലെ തന്നെയാണ് വേദനാനുപസനയിലും ചിത്താനുപസനയിലും ധമ്മാനുപസനയിലും ഈ 7 ബോധ്യംഗങ്ങൾ പരിപൂർണമാക്കപ്പെടുന്നത്. ഞാൻ അത് ആവർത്തിക്കുന്നില്ല, കാരണം ഈ സൂത്രം ഒരുപാട് വലിയതാകും. അപ്പോൾ നമ്മൾ വേദനാനുപസന ചെയ്യുന്ന സമയത്തും ചിത്താനുപസന ചെയ്യുന്ന സമയത്തും ധമ്മാനുപസന ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ്. നമ്മളതിനെ സതിയോടുകൂടി നോക്കുന്നു. അപ്പോൾ ധമ്മവിജയനം സംഭവിക്കുന്നു. അപ്പോൾ വീര്യമുണ്ടാകുന്നു. അപ്പോൾ പ്രീതി ഉണ്ടാകുന്നു, സുഖമുണ്ടാകുന്നു, സമാധി ഉണ്ടാകുന്നു, ഉപേക്ഷ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ഈ 7 ബോധ്യങ്ങളെ പതുക്കെ പതുക്കെ നമ്മൾ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ സതിപഠാനയുടെ ഓരോ ഭാഗത്തിലും നമ്മൾക്ക് ഇതേപോലെ 7 ബോധ്യംഗങ്ങളെ നമ്മൾക്ക് കായാനുപസനയിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും, വേദനാനുപസനയിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും, ചിത്താനുപസനയിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും, ധമ്മാനുപസനയിലും നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഏവം ഭാവിത ഭിക്കവേ ചത്താരോ സതിപഠാന ഏവം ബഹുലികത സത്ത സബ്ബോജംഗെ പാരിപൂരന്തി. ഇപ്രകാരം ഭിക്ഷുക്കളെ ഈ 4 സതിപഠാനത്തെ നമ്മൾ ഭാവന ചെയ്യുന്ന സമയത്ത് ഈ 7 ബോധ്യംഗങ്ങൾ പരിപൂർണമാകുന്നു. കഥം ഭാവിതാച ഭിക്കവേ സത്താ ബോധ്യംഗ കഥം ബഹുലീകത വിദ്യ വിമുക്തിം പരിപൂരന്തി. ഭിക്ഷുക്കളെ എങ്ങനെയാണ് ഈ 7 ബോധ്യംഗങ്ങളെ ഭാവന ചെയ്യുന്ന സമയത്ത്, വർദ്ധിപ്പിക്കുന്ന സമയത്ത് വിദ്യയും വിമുക്തിയും പരിപൂർണമാകുന്നത്? ഈ 7 ബോധ്യംഗങ്ങൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രജ്ഞയും അതേപോലെ തന്നെ വിമുക്തി അല്ലെങ്കിൽ നിബ്ബാണവും ഉണ്ടാകുന്നത്? ഇത ഭിക്കവേ ഭിക്കു സതീ സബോധ്യംഗം ഭാവേതി വിവേകനിശ്ചിതം വിരാഗനിശ്ചിതം നിരോധനിശ്ചിതം വോസഗപരിണാമം. ഭിക്ഷുക്കളെ ഈ രീതിയിൽ ആ ഭിക്ഷു സതീ സബോധ്യംഗം അഭ്യസിക്കുന്ന സമയത്ത് വിവേകനിശ്ചിതം എന്ന് പറയുമ്പോൾ അനാസക്തിയോട് കൂടിയിട്ട്, വിരാഗനിശ്ചിതം എന്ന് പറയുന്ന സമയത്ത് രാഗമില്ലാതെ, നിരോധനിശ്ചിതം എന്ന് പറയുന്ന സമയത്ത് ആ കാര്യങ്ങളെ നിരോധമാക്കിക്കൊണ്ട്, വോസഗപരിണാമം എന്ന് പറയുമ്പോൾ അതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അതായത് സതി സംഭോജ്യംഗം നമ്മൾ അഭ്യസിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആസക്തി പാടില്ല, രാഗം പാടില്ല, വരുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അതായത് ഉപേക്ഷ, അതുകൊണ്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രജ്ഞയാൽ വേണം ഈ 7 ബോധ്യംഗങ്ങളെയും നമ്മൾ ചെയ്യാൻ. പ്രജ്ഞയില്ലാതെ നമ്മൾ ചെയ്യരുത്. അതായത് ഈ വരുന്ന പ്രീതി, സുഖം, ഇതിനെയൊന്നും നമ്മൾ ആസക്തിയോടുകൂടി നോക്കരുത് എന്നാണ് പറയുന്നത്. അനാസക്തരായിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ.
അതേപോലെ തന്നെ ധമ്മവിജയ സംഭോജ്യംഗത്തെയും വീര്യ സംഭോജ്യംഗത്തെയും പീതി സംഭോജ്യംഗത്തെയും പസതി സംഭോജ്യംഗത്തെയും സമാധി സംഭോജ്യംഗത്തെയും ഉപേക്ഷ സംഭോജ്യംഗത്തെയും നമ്മൾ ഭാവന ചെയ്യുന്നത് അനാസക്തി, അതായത് ആസക്തിയില്ലാതെ രാഗമില്ലാതെ നിരോധം ആക്കിക്കൊണ്ട് ഉപേക്ഷയോട് കൂടിയിട്ട് വേണം നമ്മളിതെല്ലാം ഭാവന ചെയ്യാൻ. ഏവം ഭാവിത കോപിക്കവേ സത്താ ഭോജ്യങ്ക ഏവം ബഹുലിഗത വിദ്യാവിമുക്തിം പരിപൂരന്തി. ഇപ്രകാരം ഭിക്ഷുക്കളെ നമ്മൾ ഈ 7 ഭോജ്യംഗങ്ങളെ ഭാവന ചെയ്യുന്ന സമയത്ത്, വർദ്ധിപ്പിക്കുന്ന സമയത്ത് വിദ്യാവിമുക്തി ഇത് രണ്ടും പരിപൂർണമാകുന്നു. അതായത് ജ്ഞാനവും നിബ്ബാണവും രണ്ടും സ്വയം പരിപൂർണമായിട്ട് തീരുന്നു. അതായത് നമ്മൾക്ക് നിബ്ബാണം ലഭിക്കുന്നു. വിദ്യ പരിപൂർണമായി കഴിഞ്ഞാൽ നമ്മൾക്ക് നിബ്ബാണമായി. അതായത് നിബ്ബാണം എന്ന് പറയുന്നത് പൊടുന്നനെ സംഭവിക്കുന്ന കാര്യമല്ല, ക്രമേണയാണ് അത് ഉണ്ടാകുക. ഇതമവോച ഭഗവാൻ ഇതാണ് പറഞ്ഞത്. അത്തമനാത്തെ ഭിക്ഷു ഭഗവതോ ഭാസിതം അഭിനന്ദുന്തി. അങ്ങനെ ഭഗവാന്റെ ആ വചനത്തെ ഭിക്ഷുക്കൾ അഭിനന്ദിച്ചു, ഭിക്ഷുക്കൾ തൃപ്തരായി. ആനാപാനസതി സുത്തം നിഠിതം. ഇങ്ങനെയാണ് ആനാപാന ചെയ്യേണ്ടത്. അതായത് ആനാപാന നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ 4 സതിപഠാനവും അതിലുണ്ടാകണം, അതേപോലെ തന്നെ 7 ഭോജ്യംഗങ്ങളും അതിലുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ശരിയായിട്ടുള്ള ആനാപാന നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ശ്വാസത്തെ നോക്കിയതുകൊണ്ട് മാത്രം ഈ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. നമ്മൾ ശ്വാസത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കും, അപ്പോൾ നമ്മൾ തെറ്റായ വഴിയിലൂടെ ആയിരിക്കും പോകുന്നത്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആനാപാന ഇഷ്ടപ്പെടുന്ന സാധകർക്ക് ഈ സൂത്രം ഫോർവേഡ് ചെയ്യുന്നതാണ്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.